സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ സെമിത്തേരിയിലെ ശലഭങ്ങൾ. എഴുതിയത് CV ബാലകൃഷ്ണൻ. സാം രാവിലെ കയറ്റം കയറി സെമിത്തേരിയിലെത്തിയത് ശലഭങ്ങളെ തേടിയാണ്. കോടമഞ്ഞ് പതുക്കെ പിൻവാങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കൈപ്പിടിയുള്ള ഭരണിയുമായി സാം കാട്ടുചെടികൾക്കിടയിലൂടെ അങ്ങുമിങ്ങും കണ്ണോടിച്ചുകൊണ്ട് നീങ്ങി. ഇളം ചുവപ്പും വെള്ളയുമായ കുഞ്ഞു പൂവുകൾ ചില ചെടികളിൽ നറുംചിരിയോടെ വിടർന്നു നിന്നു. അവയ്ക്കു മീതെയായി സാം ശലഭങ്ങളെ തേടി. അവൻ വന്നത് ശലഭങ്ങളെ തേടിയാണ്. സെമിത്തേരി മരിച്ചവരുടെ സ്ഥലമാണ്. കുഴിമാടങ്ങളിൽ അനേകം പേർ ശയിക്കുന്നു. അഗാധത്തിൽ നിന്ന് അവർ ദൈവത്തെ വിളിക്കുന്നു. ആത്മാവിൻ്റെ കല്ലറകളെല്ലാം കഴുകി തങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശബ്ദം കേൾക്കാനായി കാതോർക്കുന്നു. പക്ഷികൾ ചൂള കുത്തുന്നത് അവരുടെ കാതുകളിൽ പതിക്കുമോ? സാം ഓർത്തു. ഒരു പരേതന്റെ ഓർമ്മയാചരിക്കാനായി ചുറ്റിലുമുള്ള കാടും പടലും കളഞ്ഞ് വെടിപ്പാക്കപ്പെട്ട ഒരു കല്ലറയുടെ പാർശ്വത്തിലൂടെ അവൻ കടന്നുപോയി. തലയ്ക്കകലെ മരക്കുരിശിൽ നിന്നും മഞ്ഞുവെള്ളം ഒലിച്ചിറങ്ങി. വാടിയ പൂക്കൾ ചിതറിക്കിടന്നു. പൊടുന്നനെ സാം അന്തിച്ചുപോയി. കല്ലറയുടെ മറവിൽ ഒരു മനുഷ്യൻ. അയാൾ ഉറക്കത്തിലായിരുന്നു. അത് ജീവനുള്ള ഒരാളാണോ, കുഴിമാടത്തിൽ നിന്നും ഇഴഞ്ഞു പുറത്തു കടന്ന ജഡമാണോ എന്ന സന്നിഗ്ധതയിൽ സാം നിന്നു. അവൻ ശലഭങ്ങളെ മറന്നു. നീലച്ചിറകുകളുള്ള ഒന്ന് അരികിലൂടെ കടന്നുപോയെങ്കിലും അവൻ അതിനെ ശ്രദ്ധിച്ചില്ല. അവൻ്റെ ശ്രദ്ധ മണ്ണിൽ വീണുകിടക്കുന്ന രൂപത്തിലായിരുന്നു. വേഷം പ്രാകൃതമാണ്. അയഞ്ഞതും അപ്പാടെ മുഷിഞ്ഞതും. ചെമ്പിച്ച താടിരോമങ്ങൾ, മുടി നീണ്ടതും കുറെയൊക്കെ നരച്ചതും. വീതിയുള്ള നെറ്റിയിൽ ചുളിവുകൾ. പാദങ്ങൾക്കരികിലായി അടിവശം തേഞ്ഞ ചെരുപ്പുകൾ സ്ഥാനം തെറ്റിയ നിലയിൽ. കാലുറകൾക്ക് അരപ്പട്ടയില്ല. ഉടുപ്പിന് ചില ബട്ടണുകൾ നഷ്ടമായിട്ടുണ്ട്. സഞ്ചിയോ മറ്റെന്തെങ്കിലുമോ അരികിലില്ല. ഒറ്റത്തടി. പോലീസ് ഉദ്യോഗസ്ഥരിലൊരാൾ പിന്നീട് സാമിനോട് ചോദിക്കുകയുണ്ടായി, കയ്യിൽ ചോര പുരണ്ട കത്തി ഉണ്ടായിരുന്നോ? ഇല്ല, സാം ഉറപ്പോടെ പറഞ്ഞു. നല്ലോണം ഓർത്തു നോക്കിക്കേ. ഇല്ല. വസ്ത്രത്തിലെ ചോരക്കറയോ? ഞാൻ കണ്ടില്ല. ഓർത്തു നോക്ക്. ഇല്ല. സാമിന് പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ ചെന്നത് ശലഭങ്ങളെ തേടിയാണ്. അതെ, അവൻ സെമിത്തേരിയിലേക്ക് ചെന്നത് ശലഭങ്ങളെ തേടിയായിരുന്നു, മറ്റൊന്നിനുമല്ല. ഭയപ്പാടോടെ അവൻ കുനിഞ്ഞു നോക്കിയപ്പോൾ അയാളുടെ നെഞ്ച് ശബ്ദരഹിതമായ ശ്വാസോച്ഛ്വാസത്തിനൊത്ത് മെല്ലെ ഉയർന്നു താഴുന്നത് കണ്ടു. അങ്ങനെ താൻ കാണുന്നതൊരു മൃതശരീരമല്ലെന്ന് അവന് ബോധ്യമായി. തൊട്ടുള്ള കല്ലറ തുറക്കപ്പെട്ടിരുന്നില്ല താനും. അതിനകമേ അടക്കം ചെയ്യപ്പെട്ട ജഡം വെറും അസ്ഥികൂടമോ നുറുങ്ങിയ എല്ലുകളോ ആയി അവിടെ തന്നെയുണ്ട്. ഇത് മരിച്ചിട്ടില്ലാത്ത ഒരാളാണ്. മുമ്പെങ്ങും കണ്ടിട്ടില്ല. വയസ്സ് 50 ഉണ്ടാകും. ചിലപ്പോൾ അതിൽ കൂടുതലുമാകാം. ചിലരുടെ പ്രായം കാഴ്ചയിൽ ഊഹിച്ചെടുക്കാനാവില്ല. ഏയ്, അവൻ വിളിച്ചു. അവൻ്റെ ശബ്ദം നന്നേ നേർത്തതായിരുന്നു. അമ്പരപ്പിൻ്റെതായ ഇടർച്ചയും അതിൽ കലർന്നിരുന്നു. തൻ്റെ വിളിയിലൂടെ അവൻ ഉദ്ദേശിച്ചത് ഉറക്കത്തിലാണ്ട ഒരാളെ ഉണർത്താനാണെങ്കിലും അതു ഫലം കണ്ടില്ല. അയാൾ വേറെ ഏതോ ലോകത്തായിരുന്നു. തൊടാമോ? സാം ശങ്കിച്ചു. തീർത്തും അപരിചിതനായ, അതും ഉറങ്ങുന്ന നിലയിലുള്ള ഒരാളെ തൊടുന്നത് ശരിയായ നടപടിയാണോ എന്ന് അവന് ആശങ്കയായി. എവിടെ തൊടുമെന്നതും ഒരു പ്രശ്നമായി തോന്നി. ശരീരത്തിൻ്റെ ഏതു ഭാഗത്ത്? കയ്യിലോ കാൽവണ്ണയിലോ മുഖത്തോ നെഞ്ചിലോ? അവൻ്റെ കണ്ണുകൾ അയാളുടെ ദേഹത്തൂടെ ഉഴറി. അതൊന്നും അറിയാതെ അയാൾ നിദ്ര തുടർന്നു. അന്നേരത്ത് ലോലമായ ചിറകുകളുള്ള ഒരു നീലശലഭം അയാളുടെ നെറ്റിത്തടത്തിൽ സ്പർശിച്ചു. സാം അതിശയിച്ചു. നീലശലഭം. അതിൻ്റെ കാലുകൾ ഊന്നേണ്ടത് ഏതെങ്കിലും പൂവുടലിലാണ്. ഉറങ്ങുന്ന ഒരാളുടെ നെറ്റിയിൽ നിന്നും അതിനൊന്നും നേടാനില്ല. സാമിന് തൻ്റെ വലയിൽ അതിനെ കുരുക്കിയെടുക്കാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവൻ അതിന് മുതിർന്നില്ല. താൻ സെമിത്തേരിയിലേക്ക് വന്നത് ചിത്രശലഭങ്ങളെ തേടിയാണെന്ന വസ്തുത അല്പനേരത്തേക്കെങ്കിലും അവൻ മറന്നു. അതിനോടകം പകലിന് അല്പം കൂടി തെളിച്ചം വന്നിരുന്നു. കോടമഞ്ഞ് ഏറെക്കുറെ പിൻവാങ്ങിയിരുന്നു. കുന്നിൻ ചെരുവുകളിൽ മരക്കൂട്ടങ്ങൾ നിബിഡമായ പച്ചയോടെ തെളിഞ്ഞു നിന്നു. പല പക്ഷികൾ ആരവം മുഴക്കിക്കൊണ്ട് പറന്നു. തേൻകിളികൾ ഒച്ചയിട്ടു.
എന്നിട്ടും ഉറങ്ങുകയാണ് ഒരു മനുഷ്യൻ. ഒന്നും അറിയുന്നില്ല. ഗാഠനിദ്രയാണ്, എല്ലാം മറന്നുള്ള ഉറക്കം. താൻ ഇങ്ങനെ ഒരിക്കലും ഉറങ്ങിയിട്ടുണ്ടാവില്ല, സാം നിരൂപിച്ചു. എല്ലാ ഉറക്കങ്ങളും ഓർമ്മയിലില്ലെന്നു വരികിൽ തന്നെയും ഇതുപോലെ ഒരു ഉറക്കം താൻ അറിഞ്ഞിട്ടില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. ഒരുപാട് വേവലാതികൾ അവനെ എന്നും അലട്ടിയിരുന്നു. പറയേണ്ടതെന്താണ്? ഏയ്, ഒന്നെണീറ്റേ, നേരം എത്രയായെന്നോ? ഇതെന്നാ ഉറക്കമാ? പട്ടുമെത്തേലൊന്നുമല്ലല്ലോ, ഒരു ശവക്കുഴിയോട് ചേർന്നല്ലേ. ആരെങ്കിലുമൊക്കെ പൂക്കളും മെഴുകുതിരികളും പ്രാർത്ഥനകളുമായി വന്നുകൂടെന്നുമില്ല. അയാൾ ഉണർന്നു. അതു പക്ഷേ ഉറക്കത്തിൻ്റെ ശാന്തതയോടെയല്ല, ആരോ കുത്തി നോവിച്ച പോലെയാണ്. ഒരു പിടച്ചിൽ. അയാൾ പിടച്ചിലോടെ തൻ്റെ മുന്നിലുള്ള 12കാരനെ നോക്കി. അതൊരു വല്ലാത്ത നോട്ടമായിരുന്നു. ഒന്നും പറഞ്ഞില്ല, എഴുന്നേറ്റിരുന്നു. വിശക്കുന്നു, അയാൾ പറഞ്ഞു. അതുകേട്ട് സാമിന് സങ്കടം തോന്നി. താഴെ കുഞ്ചെറുക്കൻ്റെ കടയിലെ കപ്പപ്പുഴുക്കും കാളയിറച്ചിയും കാണും, ഞാൻ വാങ്ങിക്കൊണ്ടുവരട്ടെ? അതിനുള്ള മറുപടി നിസ്സഹായവും ക്ഷീണിച്ചതുമായ ഒരു മൂളലായിരുന്നു. ശലഭവലയും ഭരണിയും ഒരരികിൽ വെച്ച് സാം താഴേക്കോടി. ചക്കരശലഭങ്ങളും നരകക്കാളികളും വഴന പൂമ്പാറ്റകളും മഞ്ഞത്തകര മുത്തികളും പൊട്ടുവള്ളാട്ടികളും ഓലക്കണ്ടനും പള്ളിക്കുറുമ്പനുമൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. അവൻ അവയെ ശ്രദ്ധിക്കാതെ പാഞ്ഞു. കുഞ്ചെറുക്കൻ്റെ കട ഒരു വണ്ടിത്താവളമാണ്. ലോറികൾ പലത് അവിടെയും ഇവിടെയുമായി നിർത്തിയിട്ടിരുന്നു. വേറെ യാത്രാവാഹനങ്ങളുമുണ്ട്. കടയിൽ തിരക്കാണ്. ചെന്നു കയറുമ്പോഴേ മൂക്കിലേക്ക് ഇരച്ചു കയറി വരും ഇറച്ചിക്കറിയുടെ എരിവുള്ള മണം. സാം ഇടയ്ക്കൊക്കെ വന്ന് കടം പറഞ്ഞ് വാങ്ങിക്കാറുണ്ട്. കടം വീട്ടാതിരുന്നിട്ടില്ല. കുഞ്ചെറുക്കന് വിശ്വാസമാണ്. വീട്ടിലേക്കാണോ എന്നൊന്നും ചോദിച്ചില്ല. ആയിരിക്കുമല്ലോ. അയാളുടെ വിശ്വാസം അയാളെ രക്ഷിക്കുമോ ആവോ? സാം കടയിൽ നിന്നിറങ്ങിയത് നടന്നാണെങ്കിലും വൈകാതെ ഒരു ഓട്ടക്കാരനായി. അവൻ എത്തുമ്പോൾ കല്ലറയുടെ പാർശ്വത്തിൽ അയാളില്ലായിരുന്നു. അയാൾ ഉണ്ടായിരുന്നുവെന്നതിൻ്റെ ഒരു തെളിവും അവിടെ അവശേഷിച്ചിരുന്നില്ല. സാം നാലുപാടും നോക്കി. അയാളെ താൻ സ്വപ്നം കണ്ടതാണോ എന്ന് അവന് സന്ദേഹമായി. എന്നാൽ അയാൾ തിരികെ വന്നു. 2-ന് പോയതായിരുന്നു. അയാൾ ഇപ്പോൾ പ്രസാദവാനാണ്. നല്ല വിശപ്പുണ്ട്. അയാൾ ആഹരിക്കുന്നതും നോക്കി സാം അരികിലിരുന്നു. വേണോ എന്ന് അയാൾ അവനോട് ചോദിക്കാതിരുന്നില്ല. വേണ്ടെന്ന് അവൻ പറഞ്ഞു. പ്രാതൽ കഴിക്കുക. വീട്ടിൽ തിരിച്ചെത്തിയാണ്. അവൻ വന്നത് ശലഭങ്ങളെ തേടിയാണ്. പേരെന്നതാ? അവൻ തിരക്കി. അയാൾ മുഖമുയർത്തി. പേര് പെട്ടെന്ന് പറഞ്ഞില്ല. ഓർത്തെടുക്കും പോലെ കുറച്ചു നേരമിരുന്നു. പിന്നീട് പറഞ്ഞു, കറുപ്പൻ. സാം അതിശയിച്ചു പോയി. അതൊരു ചിത്രശലഭത്തിൻ്റെ പേരാണല്ലോ. അവൻ പലപ്പോഴും അതിനെ വലയിലാക്കിയിട്ടുണ്ട്. എന്നെ കണ്ടിട്ട് ഒരു ശലഭമായി തോന്നുന്നില്ലേ? അയാൾ ചോദിച്ചു. പക്ഷേ എൻ്റെ കയ്യിലെ വല ചെറുതാണ്, സാം പറഞ്ഞു. പോകും മുമ്പേ അയാൾ വെളിപ്പെടുത്തിയതു പ്രകാരം ഒരു കൊലപാതക കുറ്റം ആരോപിച്ച് പോലീസ് അയാളുടെ പിറകെയുണ്ട്. സാം, നീയെങ്കിലും വിശ്വസിക്ക്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അയാൾ സാമിൻ്റെ മെലിഞ്ഞ കൈവിരലുകൾ ചേർത്തു പിടിച്ചു. അയാളുടെ നനവാർന്ന 2 കണ്ണിലും അവൻ്റെ നിഴൽ. അവൻ കേട്ടു. ആവില്ല, എനിക്കാരെയും കൊല്ലാനാവില്ല. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.